കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ദൗർഭാഗ്യകരവും എന്നാൽ അതേസമയം വളരെ പ്രത്യാശാഭരിതവുമായിട്ടുള്ള ഒരു നിമിഷമാണിത്. കാരണം ബഹുമാനപ്പെട്ട ലോകാരാധ്യനായ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിലെ ഒരു പ്രത്യേക വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ അത് നമുക്ക് എല്ലാവർക്കും സന്തോഷം തോന്നുന്ന, അഭിമാനം തോന്നുന്ന, കേരളത്തെ പറ്റിയിട്ടുള്ള ഖ്യാതിയെ സംബന്ധിക്കുന്ന ഒരു കാര്യമല്ല. കേരളത്തിൽ നിന്ന് ഇന്ന് ലോകത്തിന് മുന്നിൽ നിൽക്കുന്നത്, രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടുന്നത് കേരളത്തിൽ നിന്നുള്ള വലിയ അഴിമതി കഥകളാണെന്നുള്ളത് ഓരോ മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒരു ദുഃഖകരമായിട്ടുള്ള യാഥാർത്ഥ്യമാണ്. പ്രധാനമന്ത്രി എത്ര മൈന്യൂട്ടായിട്ട് ഇവിടുത്തെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നു എന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ കൗതുകകരമായി തോന്നിയത്. ഇന്ന് ആ പരിപാടിയിൽ പങ്കെടുക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ തിരുവനന്തപുരത്ത്. എത്ര കൃത്യമായിട്ടാണ് വികസിത് ഭാരത് സങ്കല്പ് എന്ന് പറയുന്ന ആശയത്തെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് എന്നതാണ് നമ്മളിതിൽ പ്രധാനമായിട്ട് കാണേണ്ടത്. കാരണം ഇന്നലെ 14-ാം തീയതിയാണ് BJP-യുടെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ പ്രഖ്യാപിക്കപ്പെടുന്നത്. അടുത്ത 5 വർഷത്തേക്കുള്ള BJP-യുടെ അജണ്ട എന്താണ് എന്ന് വ്യക്തമാക്കുന്ന വികസിത് ഭാരത് പത്ര എന്ന് പറയുന്ന BJP-യുടെ മാനിഫെസ്റ്റോ പുറത്തുവരികയാണ്. രാജ്യത്തിന്റെ ഒരു അടുത്ത പതിറ്റാണ്ടിന്റെ ദിശാബോധത്തെ നിർണ്ണയിക്കുന്ന നിരവധിയായിട്ടുള്ള പദ്ധതികളാണ് അവിടെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള മുഴുവൻ ആളുകൾക്കും സൗജന്യ ചികിത്സ എന്ന് പറയുന്ന ഒരു ആശയം പ്രധാനമന്ത്രി മുന്നോട്ട് വെക്കുന്നു. 3 കോടി വീടുകൾ അടുത്ത 5 വർഷത്തിനുള്ളിൽ. നമുക്കറിയാം, പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം 4 കോടി വീടുകൾ ഇതിനോടകം തന്നെ രാജ്യത്ത് നിർമ്മിക്കപ്പെട്ടു കഴിഞ്ഞു. 3 കോടി വീടുകൾ കൂടി നിർമ്മിക്കാൻ പോവുകയാണ് എന്ന പ്രഖ്യാപനം അവിടെ വരുന്നു. അതേപോലെ തന്നെ മുദ്രാ ലോണിൽ 10 ലക്ഷം വരെ ഇപ്പോൾ ലോൺ കൊടുക്കുന്നത് 20 ലക്ഷമാക്കി വർദ്ധിപ്പിക്കാൻ പോവുകയാണ് എന്ന് പറയുന്ന പ്രഖ്യാപനം അവിടെ ഉണ്ടാവുന്നു. ഇങ്ങനെ രാജ്യത്തെ സംബന്ധിക്കുന്ന വളരെ പ്രത്യാശാഭരിതമായിട്ടുള്ള ഒരുപാട് മുദ്രാവാക്യങ്ങൾ, ഒരുപാട് പ്രഖ്യാപനങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. BJP-യുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലാണ് ഈ പ്രഖ്യാപനങ്ങൾ ഉണ്ട് എന്നതുകൊണ്ട് തന്നെ അത് നടക്കാൻ പോകുന്ന കാര്യമാണ്. മറ്റൊരു പാർട്ടിയുടെ പ്രകടന പത്രിക പോലെ കേവലം അവകാശവാദങ്ങളല്ല. BJP-യുടെ ട്രാക്ക് റെക്കോർഡ് നോക്കിക്കഴിഞ്ഞാൽ അത് 96 മുതൽ പറഞ്ഞിട്ടുള്ള പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ പ്രഖ്യാപനങ്ങളും യാഥാർത്ഥ്യമാക്കിയിട്ടുള്ള ട്രാക്ക് റെക്കോർഡുള്ള പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ആ പ്രകടന പത്രികയിലെ വാചകം എന്ന് പറയുന്നത് കേവലം ഒരു പ്രലോഭനമല്ല, കേവലം ഒരു വാഗ്ദാനമല്ല, അതൊരു ഗ്യാരണ്ടിയാണ്. അങ്ങനെ മോഡിയുടെ ഗ്യാരണ്ടികൾ, ഓരോ പേജിലും മോഡിയുടെ ഗ്യാരണ്ടികൾ കൊടുത്തിട്ടുള്ള രാജ്യത്തിനെ സംബന്ധിക്കുന്ന നിശ്ചയദാർഢ്യത്തിന്റെ ഒരു ഡോക്യുമെന്റ് ആണ്. അതിന്റെ പ്രചാരകനായിട്ട്, അതിന്റെ അഭിഭാഷകനായിട്ടാണ് പ്രധാനമന്ത്രി രാജ്യം മുഴുവൻ സഞ്ചരിക്കുന്നത്. എന്നാൽ 19-ാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ 26-ാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന കേരളത്തിൽ അദ്ദേഹം പ്രാമുഖ്യം കൊടുക്കുന്നു എന്നത് കേരളത്തെ എത്ര ഗൗരവമായിട്ടും എത്ര പ്രധാനമായിട്ടും പ്രധാനമന്ത്രി കാണുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ, പ്രധാനമന്ത്രിയുടെ ഗ്യാരണ്ടിയുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി. സാന്ദർഭികമായി അഴിമതിക്കെതിരെയുള്ള BJP-യുടെ ആ നിശ്ചയദാർഢ്യത്തെ സൂചിപ്പിച്ചുകൊണ്ട് അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഘട്ടത്തിലാണ് അദ്ദേഹം കേരളത്തിൽ നിന്നുള്ള ഒരു ഉദാഹരണമായിട്ട് കരുവന്നൂരിന്റെ കാര്യം പറയുന്നത്. കേരളത്തിലെ കരുവന്നൂർ എന്ന് പറയുന്നത് രാജ്യം തന്നെ ചർച്ച ചെയ്യേണ്ട ഏറ്റവും വലിയ സഹകരണ കൊള്ളയായി മാറി. 220 കോടി രൂപയുടെ അഴിമതിയാണ് കരുവന്നൂർ ബാങ്കിൽ നടന്നത്. അതും വലിയ പണക്കാരുടെയോ വലിയ സമ്പന്നരുടെയോ അല്ല, സാധാരണക്കാരായിട്ടുള്ള മധ്യവർഗക്കാരായിട്ടുള്ള ആളുകളുടെ ഒരു ആയുഷ്കാല നിക്ഷേപമാണ് CPM എന്ന് പറയുന്ന വലിയൊരു പ്രസ്ഥാനത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ബാങ്ക് മോഷ്ടിച്ചു കൊണ്ടുപോയത്. അതുമായി പ്രധാനമന്ത്രി പറഞ്ഞു, അവനവന്റെ പെൺകുട്ടികളുടെ വിവാഹത്തിന് വേണ്ടി സ്വരുക്കൂട്ടി വെച്ചിട്ടുള്ള പണം, ആ പണം നിക്ഷേപിച്ചിട്ടുള്ള ആളുകൾ മക്കളുടെ വിവാഹത്തിന്റെ സമയത്ത് പ്രതിസന്ധി അനുഭവിക്കേണ്ടി വന്നു. അവനവന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ആയുഷ്കാലം മുഴുവൻ സമ്പാദിച്ച പണം ബാങ്കിൽ കിടക്കുമ്പോഴും ചികിത്സയ്ക്ക് കൊടുക്കാൻ പണമില്ലാതെ ആളുകൾ മരിക്കുന്ന സാഹചര്യം ഉണ്ടായി. ജപ്തി നോട്ടീസ് വന്നിട്ട് ആളുകൾ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഇത്രയും വലിയൊരു അഴിമതി CPM-ന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടന്നു. മുഖ്യമന്ത്രിയുടെ CPM-ന്റെ ഭരണത്തിലാണ് ഈ സംസ്ഥാനം. എപ്പോഴും മുഖ്യമന്ത്രി 3 കൊല്ലമായി വിഷയത്തിന് മുകളിൽ അടയിരിക്കുന്നു. അതിലെ ഇരകൾക്ക് നീതി വീഴ്ച കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്നും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നടന്നിട്ടില്ലെന്ന് മാത്രമല്ല, പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്. ഇത് കരുവന്നൂരിലെ മാത്രം കഥയല്ല. എങ്ങനെ തൃശൂർ ജില്ലയിൽ മാത്രം 80 ബാങ്കുകളിൽ സമാനമായിട്ടുള്ള കൊള്ളകൾ നടന്നിട്ടുണ്ട്. മൊത്തം കോണ്ടം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 1 ലക്ഷം കോടി രൂപയുടെ അഴിമതിയാണ് സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ഈ കാര്യത്തിന് ഒരു അറുതി വരുത്തുക എന്നുള്ളത് BJP-യുടെ ഒരു നിശ്ചയദാർഢ്യത്തിന്റെ വിഷയമാണ്. കരുവന്നൂർ ഉൾപ്പെടെയുള്ള ഞങ്ങളൊരു നടപടി സ്വീകരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം പറയുന്നത് കരുവന്നൂരിൽ ഇരകൾക്ക് പണം മടക്കി കൊടുക്കാനുള്ള ഉത്തരവാദിത്തം BJP ഏറ്റെടുക്കും. വെറുമാക്കല്ല അദ്ദേഹം പറയുന്നത്. കാരണം രാജ്യത്ത് ഇതുപോലെ നടന്നിട്ടുള്ള സ്കാമുകളിലായി പണം നഷ്ടപ്പെട്ട ആളുകൾക്ക് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 17,000 കോടി രൂപ മടക്കി കൊടുത്തിട്ടുള്ള ക്രെഡിറ്റ് BJP-ക്ക് ഉണ്ട്, ട്രാക്ക് റെക്കോർഡ് BJP-ക്ക് ഉണ്ട്. ആ ചരിത്രം മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം പറയുന്നത് കരുവന്നൂരിലും സമാനമായി ഇരകൾക്ക് ഞങ്ങൾ പണം മടക്കി കൊടുക്കുന്നു. അദ്ദേഹം പറഞ്ഞു കഴിയുമ്പോൾ തന്നെ അത് പ്രാവർത്തികമാകുന്നത് നമ്മൾ കാണുന്നുണ്ട്. വെറുമാക്കല്ല അദ്ദേഹം പറയുന്നത്, കൃത്യമായൊരു പദ്ധതി വെച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഇന്ന് PMLA കോടതിയിൽ ED കൊടുത്തിട്ടുള്ള സത്യവാങ്മൂലത്തിൽ ED പറയുന്നത് പിടിച്ചെടുത്തിട്ടുള്ള പണത്തിൽ നിന്ന്, അതായത് ഈ പറയുന്ന നിക്ഷേപകരുടെ പിടിച്ചെടുത്തിട്ടുള്ള ആസ്തിയിൽ നിന്ന് 90 കോടി രൂപയോളം ഇരകൾക്ക് മടക്കി കൊടുക്കാൻ സാധിക്കുമെന്നാണ്. അപ്പോ ഇരകൾക്ക് പണം മടക്കി കിട്ടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ നിയമപരമായി തന്നെ തെളിയുകയാണ്.